നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഈ ഒരു ഇംപ്ലാൻസ് അല്ലെങ്കിൽ ഡിവൈസസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിനും അത് സൂക്ഷിക്കുന്നതിനും അത് ഇഷ്യൂ ചെയ്യുന്നതിനും കൃത്യമായ എഴുതപ്പെട്ട നിയമാവലി ഉണ്ടായിരിക്കണം. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നമുക്ക് ആർക്കും റൈറ്റ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ എഴുതപ്പെട്ട് വെച്ചാൽ മാത്രമേ അത് മാറുന്നോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ആശുപത്രിയിൽ NABH ഇൻസ്പെക്ഷൻ വരുമ്പോൾ മാത്രമൊന്നുമല്ല, അല്ലാതെ എപ്പോഴും ഈ ഇംപ്ലാൻസിൻ്റെ കാര്യത്തിലും ഡിവൈസസിൻ്റെ കാര്യത്തിൽ, ഇംപ്ലാന്റബിൾ ഡിവൈസസിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കൃത്യമായ പ്രൊക്വയർമെൻറ്റ് ഗൈഡ് ലൈൻസ് ഉണ്ടാവണം, ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഉണ്ടാവണം, യൂസേജ് ഗൈഡ് ലൈൻസ് ഉണ്ടാവണം. അതനുസരിച്ച് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവൂ. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആ ഒരു മെത്തേഡ് അങ്ങനെയുള്ള റിക്വയർമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളെ നമ്മൾ മാനേജ് ചെയ്തിരിക്കണം. ഇൻഫെക്ഷൻ കൺട്രോൾ മെക്കാനിസം കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പല ഗൈഡ് ലൈൻസുമുണ്ട്. മാനുഫാക്ചേഴ്സ് തന്നെ ഇതിന് റെക്കമെൻഡേഷൻസ് തരുന്നുണ്ട്. ഇപ്പം പലപ്പോഴും നമ്മുടെയൊക്കെ ശീലം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഡിവൈസ് വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്നാൽ മാനുഫാക്ചറുടെ ഗൈഡ് ലൈൻസ് ഉണ്ടാവും, ഹൗ ടു യൂസ് ദാറ്റ്. എത്ര പേരാണ് അത് വായിച്ചു നോക്കുന്നത്? ഈ കാര്യത്തിൽ അത് പറ്റില്ല കേട്ടോ. നമുക്ക് ഓരോ ഡിവൈസും ഹൗ ടു യൂസ്, എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ ഇംപ്ലാന്റ് ചെയ്യണം, എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഗൈഡ് ലൈൻസ് മാനുഫാക്ചർ തന്നിട്ടുണ്ട്, അതിൻ്റെ റെഗുലേറ്ററി അതോറിറ്റീസ് തന്നിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കണം പ്രൊക്വയർമെൻറ്റ് മുതൽ സ്റ്റോറേജ്, ഇംപ്ലാന്റിങ് എല്ലാം നടക്കേണ്ടത്. അതിനുശേഷമുള്ള ഗൈഡ് ലൈൻസ് MOM 10B, ഇത് ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ്സ് എ മെക്കാനിസം ഫോർ ദ യൂസേജ് ഓഫ് ഇംപ്ലാന്റബിൾ പ്രോസ്തോസിസ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ്. അതിനൊരു റിട്ടേൺ ഗൈഡ് ലൈൻസും കൂടെ ഉണ്ടാവണം, MOM 10B.